കൊച്ചിയിൽ അമ്മയുടെ അടിയന്തര എക്സിക്യൂട്ടീവ് യോഗം ചേരുകയാണ്. ലിഡിയ ജേക്കബ് ചേരുന്നുണ്ട്. ലിഡിയ, വളരെ പ്രധാനപ്പെട്ട യോഗമാണ് നടക്കുന്നത്. കാരണം ദിലീപിനെ കുറ്റമുക്തനാക്കിയിരിക്കുന്ന സാഹചര്യത്തിൽ, വെറുതെ വിട്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇനി എങ്ങനെയായിരിക്കും അമ്മയുടെ പ്രതികരണങ്ങൾ എന്ന് അറിയേണ്ടതുണ്ട്. തിരിച്ചെടുക്കുന്ന കാര്യത്തിൽ തീരുമാനം ഇന്നുണ്ടാകുമോ എന്നൊക്കെ അറിയേണ്ടതുണ്ട്. യോഗം എങ്ങനെ പുരോഗമിക്കുന്നു, ആരൊക്കെ പ്രധാനമായി പങ്കെടുക്കുന്നു? യോഗം ഏകദേശം അവസാനിക്കാറായിട്ടുണ്ട്. പ്രധാനപ്പെട്ട ഭാരവാഹികൾ എല്ലാവരും തന്നെ, പ്രസിഡന്റ് ശ്വേതാ മേനോൻ അടക്കമുള്ള പ്രധാനപ്പെട്ട ഭാരവാഹികൾ എല്ലാവരും തന്നെ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ടായിരുന്നു. ഏകദേശം രാവിലെ 10 മണിയോടെയാണ് യോഗം ആരംഭിച്ചത്. ഈ വിധി വന്ന പശ്ചാത്തലത്തിൽ, ദിലീപ് കുറ്റക്കാരനല്ല എന്ന് കണ്ടെത്തിയ പശ്ചാത്തലത്തിൽ ഇനി തുടർ നടപടികളും കാര്യങ്ങളുമൊക്കെ അത്യാവശ്യമാണ്. പ്രത്യേകിച്ച് ദിലീപിനെ തിരിച്ചെടുക്കുന്ന കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. മാത്രമല്ല മറ്റുള്ള കാര്യങ്ങൾ, അതായത് ഏത് രീതിയിലുള്ള പ്രതികരണമാണ് നടത്തേണ്ടതെന്നതിനെ പറ്റിയുള്ള ചർച്ചകളും കാര്യങ്ങളും ഒക്കെയാണ് നടത്തുന്നത്. അമ്മ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് അല്പസമയം മുൻപ് ഇട്ടിരുന്നു. അതിൽ കോടതി വിധിയെ ബഹുമാനിക്കുന്നു, അത് സ്വീകരിക്കുന്നു എന്നുള്ള തരത്തിലുള്ള ഫേസ്ബുക്ക് പോസ്റ്റാണ് ഇട്ടത്. അമ്മയെ സംബന്ധിച്ചിടത്തോളം, ദിലീപിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു തീരുമാനം വലിയ ആശ്വാസം, അല്ലെങ്കിൽ അമ്മ എല്ലാ കാലത്തും ദിലീപിനൊപ്പം നിന്ന ഒരു സംഘടന കൂടിയാണ്. പ്രത്യേകിച്ചും ഇതിൻ്റെ ആരംഭഘട്ടത്തിൽ പോലും ഇതിനെ അമ്മയെ പരിപോഷിപ്പിക്കുന്നതിന്, സാമ്പത്തിക ഭദ്രത ഉണ്ടാക്കുന്നതിനൊക്കെ വലിയ പങ്കുവഹിച്ച ആൾ കൂടിയാണ്. ഈ അമ്മയിൽ വലിയ ഒരു ശബ്ദമുണ്ടായ, വലിയ സ്വാധീനമുണ്ടായ ഒരു വ്യക്തി കൂടിയാണ് ദിലീപ്. ആ ഒരു പശ്ചാത്തലത്തിൽ ഈ ഒരു ആരോപണം വന്നയുടൻ ദിലീപ് അറസ്റ്റ് ചെയ്യപ്പെട്ടതിന് പിന്നാലെ അമ്മ ദിലീപിനെ പുറത്താക്കുകയും പിന്നീട് തിരിച്ചെടുക്കാനുള്ള തീരുമാനമെടുക്കുകയും അത് വലിയ രീതിയിലുള്ള ചർച്ചയാവുകയും വലിയ വിമർശനങ്ങൾക്കും വിവാദങ്ങൾക്കും ഒക്കെ വഴിവെക്കുകയും ചെയ്തിരുന്നു. പിന്നീട് ദിലീപ് രാജിവെച്ച് പുറത്തേക്ക് പോവുകയാണ് ഉണ്ടായത്. എന്തായാലും അന്ന് അമ്മ ദിലീപിനൊപ്പം നിൽക്കുന്ന ഒരു സാഹചര്യം, അത്തരത്തിൽ പരസ്യമല്ലെങ്കിൽ പോലും, പരസ്യമായി പ്രകടിപ്പിച്ചില്ലെങ്കിൽ പോലും അത്തരത്തിൽ ഒപ്പം എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിൽ നിന്നെല്ലാം അതിനൊക്കെ ശേഷമാണ് അമ്മയിൽ ഇത്തരത്തിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടടക്കം വരികയും അമ്മ ഭരണസമിതി പിരിച്ചുവിടുന്ന ഒരു സാഹചര്യം അടക്കമുണ്ടായി. ഇതിന്റെ എല്ലാം ഒരു തുടക്കം എന്ന് പറയുന്നത് ഈ നടിയെ ആക്രമിച്ച കേസ് ആണ് എന്ന് വേണം പറയാൻ. അത്തരത്തിൽ വളരെ നിർണായകമായിട്ടുള്ള ഒരുപാട് വഴിത്തിരിവുകൾ, ഒരുപാട് നാൾ വഴികൾ ഉണ്ടായിരുന്നു. അതിനെല്ലാം ശേഷമാണ് ഇപ്പോൾ ദിലീപിൻ കുറ്റക്കാരനല്ല എന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഈ അമ്മ എടുക്കേണ്ടത് ഒരു നിർണായക തീരുമാനം തന്നെയാണ്. ദിലീപ് വീണ്ടും അംഗത്വം സ്വീകരിക്കുമോ എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഉറ്റുനോക്കുന്നത്. അതിൽ അമ്മ എന്ത് തീരുമാനം എടുക്കുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. അല്പം മുമ്പ് ഭാരവാഹികൾ ഒരാൾ പ്രതികരിച്ചത് വ്യക്തിപരമായി, അതായത് ലക്ഷ്മിപ്രിയ പ്രതികരിച്ചത് വ്യക്തിപരമായി തനിക്ക് ഇതിൽ സന്തോഷമുണ്ട്, ദിലീപ് കുറ്റക്കാരനല്ല എന്ന് കണ്ടെത്തിയത് സന്തോഷമുണ്ട്, അന്നും ഇന്നും താൻ ദിലീപിനൊപ്പമാണ് എന്നുള്ള പ്രതികരണമാണ് ലക്ഷ്മിപ്രിയ നടത്തിയിരുന്നത്. മാത്രമല്ല ഫിഫ്കയും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ അടക്കമുള്ള സംഘടനകൾ ദിലീപിനെ തിരിച്ചെടുക്കുന്നതിൽ തീരുമാനമായിട്ടില്ലെങ്കിൽ പോലും ദിലീപിനെ തിരിച്ച് വരുന്നതിൽ തടസ്സമൊന്നുമില്ല എന്നുള്ള തരത്തിലുള്ള പ്രതികരണമാണ് പങ്കുവച്ചിരുന്നത്. എന്തായാലും അല്പസമയത്തിനുള്ളിൽ യോഗം അവസാനിക്കും. അതിനുശേഷം തീരുമാനം എന്താകും അവർ മാധ്യമങ്ങളെ കാണുമോ എന്നുള്ളത് കൂടിയാണ്. ലിഡിയാണ് വിവരങ്ങൾ നൽകുന്നത്.